മാഷെ നമസ്കാരം. നമസ്കാരം. മാഷെ, ഇക്കഴിഞ്ഞ ദിവസം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ BJP ഭരണം അവരുടെ ഇതിനു മുമ്പുണ്ടായ ചില വിഷയങ്ങളുമായി ഒരു ഫലകവുമായി ബന്ധപ്പെട്ട് RSS നേതാവിന്റെ സ്ഥാപക നേതാവിന്റെ പേര് പറഞ്ഞുകൊണ്ടൊരു ഫലകം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില വിഷയങ്ങളുടെ ബാക്കി എന്നോണം ഈ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം എന്ന യുവ MLA പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ BJPയുടെ ചില നേതാക്കൾ പറഞ്ഞത് ഈ ഭാഷാ പ്രയോഗമൊന്നും നാളിതുവരെ ഞാൻ കേട്ടിട്ടില്ല. മാഷ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അതായത് കുലംകുത്തി എന്നും കുലംകുത്തി തന്നെ എന്നൊക്കെയുള്ള ഭാഷാ പ്രയോഗം പോലെ ഒരു ഭാഷാ പ്രയോഗമാണ് മലയാളത്തിലെ. ആകാശത്ത് തലവെച്ചുകൊണ്ട് നടക്കേണ്ടി വരും എന്നും വിശാല കബറടക്കം ഒരുക്കി വെച്ചോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിനോട് പാലക്കാട്ടത്തെ BJP നേതാക്കൾ പറഞ്ഞിരിക്കുന്നു. ഉം. മാഷെ, ഞാൻ തുടക്കം മുതൽ പറഞ്ഞത് ഇതിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. മാഷിൽ എന്തായാലും പറയാനുള്ളത്, അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവ് കോൺഗ്രസിന്റെ, അയാളെ കാല് വെട്ടും എന്ന് വരെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇതിൽ എന്താണ് മാഷെ നമുക്ക് കൂട്ടി വായിക്കാനുള്ളത്? പാലക്കാട് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരണമിരിക്കുന്ന BJP, ഇവിടെ പാലക്കാട്ടത്തെ പോലീസിന് വരെ പേടിയാണോ BJPയെ എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നത്. എന്താണ് യെസ്. മാഷെ? ഇതിന്റെ അടിസ്ഥാന പ്രശ്നമാണ് അയ്യപ്പ ആദ്യം പരിശോധിക്കേണ്ടത്. അതെ. അടിസ്ഥാന പ്രശ്നം നമ്മുടെ ജനാധിപത്യ മര്യാദകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്ക് ദേശീയ തലത്തിലുള്ള വലിയ ആചാര്യന്മാരും ഒക്കെ ഉണ്ടാവാം. പക്ഷേ എപ്പോഴെങ്കിലും ജനാധിപത്യ പ്രക്രിയയിൽ ഇപ്പോ പാലക്കാട് ഏഹ്, മുനിസിപ്പാലിറ്റിയിൽ BJP ഭരിക്കുന്നു, ആർക്കും ഒരു വിരോധമില്ല. കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്താൽ ആർക്കും ഭരിക്കാനുള്ള അവകാശമുണ്ട് ജനാധിപത്യത്തിൽ. എനിക്കിഷ്ടമില്ലാത്തവർക്ക് കൂടി ഭരിക്കാനുള്ള അവകാശത്തിനാണ് ജനാധിപത്യം എന്ന് പറയുക. ഞാനല്ലെങ്കിൽ എന്റെ മക്കൾ എന്ന് പറയുന്നതിന് രാജാധിപത്യം എന്ന് പറയാം. അത് ജനാധിപത്യമായതുകൊണ്ട് ആദ്യം എല്ലാവരും ചെയ്യേണ്ടത്, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി, ഒരു നഗരസഭയിലെങ്കിൽ ഒരു നഗരസഭ, അല്ലെങ്കിൽ കേന്ദ്രം BJP ഭരിക്കുന്നു, ആദരപൂർവ്വം നമ്മുടെ പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ഭരിക്കുന്നു എന്നതുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ ഒന്നും അതിൽ കാണേണ്ടതില്ല. പക്ഷേ BJP തിരിച്ചു പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ആ മര്യാദ എന്താണ്? ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ BJP അധികാരത്തിലെത്തിയാൽ അവർക്ക് ദേശീയ തലത്തിലുള്ള ഏതെങ്കിലും ഒരു ആചാര്യന്റെ പേര് അവിടുത്തെ ഏതെങ്കിലും ഒരു ഒരു ഭരണ നടപടിക്ക് അല്ലെങ്കിൽ ഒരു വികസന പ്രവർത്തനത്തിന് ഒരു ആചാര്യന്റെ പേര് കൊടുക്കണമെങ്കിൽ കൊടുക്കേണ്ടത് ആരുടെ പേരാണ്? BJPയിലൂടെ ഉയർന്നു വന്ന് ദേശത്തിന്റെ ഏതെങ്കിലും ഭരണഘടനാപരമായ പദവിയിൽ ഇരുന്ന ഒരാളുണ്ടെങ്കിൽ അവരുടെ പേര് കൊടുക്കാം. ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ പേര് കൊടുക്കാം. ഇപ്പോ അടൽജി വാജ്പേയിയുടെ പേരിൽ ധാരാളം പദ്ധതികൾ ദേശത്തുണ്ട്. ഇപ്പൊ പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് ആ, വാജ്പേയിയുടെ പേരിൽ ഒരു പദ്ധതി തുടങ്ങിയാൽ അത് ഭരണഘടനാപരമായ ഒരു പദവിയിൽ ഇരുന്ന ഒരാളാണ്, തീർച്ചയായിട്ടും തീർച്ചയായും കൊടുക്കാം. തീർച്ചയായും ഇപ്പോ തീർച്ചയായും AB വാജ്പേയിയുടെ പേരിൽ കൊടുക്കാം, LK അദ്വാനിയുടെ പേരിൽ കൊടുക്കാം. ഉപപ്രധാനമന്ത്രി മീൻസ് ആ പദവി വരെ ഇരുന്ന ഒരാളാണ്. അങ്ങനെ ഇരുന്ന ഇന്ത്യൻ പ്രസിഡന്റോ അതുപോലെ പലപ്പോഴും കോൺഗ്രസ് ഭരിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ പേരിൽ നമ്മുടെ നാട്ടിൽ സകല റോഡുകൾക്കും കൊടുക്കുന്നുണ്ട്. അത് രാഷ്ട്രപിതാവിന്റെ പേരാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ ധാരാളം പദ്ധതികളുണ്ട്. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരാണ്. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ധാരാളം പദ്ധതികളുണ്ട്. രാജീവ് ഗാന്ധിയുടെ പേരിലുണ്ട്. ഇനിയിപ്പോ നരേന്ദ്രമോദിയുടെ പേര് അവരിട്ടുകൊള്ളട്ടെ. നരേന്ദ്രമോദിയുടെ പേരിൽ എന്താണ് പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് എന്തെങ്കിലും പദ്ധതികൾ ചെയ്തുകൂടെ? അതിന് പകരം എത്ര ആദരണീയരാവട്ടെ, എത്ര തന്നെ ആദരണീയരായാലും രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഭരണഘടനാപരമായ പദവികളിൽ ഇരിക്കാത്തവർ, അത് ഗുരുജി ഗോൾവാൾക്കർ ആയാലും ഹെഡ്ഗേവാർ ആയാലും RSSന്റെ ബാലാസാഹബ് ദേവറസ് ആയാലും അങ്ങനെയുള്ള ആരുടെ പേരായാലും അത് കൊടുക്കേണ്ടത് അവരുടെ പാർട്ടി ഓഫീസുകൾക്കും അവരുടെ സംഘടനാ സംവിധാനങ്ങൾക്കും ഒക്കെയാണ്. ഒരിക്കലും ഒരു 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 ഭരണഘടനാപരമായ പദവിയിൽ ഇരിക്കാത്ത ഒരാളുടെ പേര് വിവാദത്തിലേക്ക് വലിച്ചഴിച്ചത് അവരെ തന്നെ അനാദരിച്ചതിന് തുല്യമാണ്. BJP അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുക. രണ്ട്, അങ്ങനെ തീർച്ചയായിട്ടും അവരൊരു അനൗചിത്യം കാണിച്ചാൽ അവിടുത്തെ MLA എന്ന നിലയിൽ ജനങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തിന് ഹീറോ ആക്കി കഴിഞ്ഞ അവിടുത്തെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും അതിനെതിരെ രണ്ടു തരത്തിൽ രാഹുലിന് ബാധ്യതയുണ്ട്. രാഹുൽ ഒരു ദേശീയ പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം രാഹുലിന്റെ പാർട്ടി ദേശീയ തലത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന മുഖ്യ പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ നേതാവാണ്. മാത്രമല്ല രാഹുൽ പാലക്കാട്ടെ MLA-യുമാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു മുനിസിപ്പാലിറ്റി ഈ അനുചിതമായ നടപടി സ്വീകരിച്ചു കാണുമ്പോൾ രാഹുൽ തീർച്ചയായിട്ടും വിമർശിക്കും.
പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, രാഹുൽ വിമർശിച്ചതിനെ ഞാൻ കുറ്റപ്പെടുന്നില്ല. ഇനി രാഹുൽ വിമർശിച്ച ഭാഷയിൽ പ്രകോപനപരമായ വല്ലതും ഉണ്ടായിരുന്നുവോ എന്ന് എനിക്കറിയില്ല. അതുണ്ടെങ്കിൽ അയ്യപ്പൻ വായിക്കേണ്ടതാണ്. ഞാൻ അതിന്റെ ഫുൾ ടെക്സ്റ്റ് ഇല്ല സാർ, കണ്ടിട്ടില്ല. രാഹുൽ രണ്ട് മാങ്കൂട്ടത്തിന്റെ ഒരു മിനിറ്റ് സാർ, രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഉണ്ടാവാൻ പ്രകോപനപരമായിട്ടൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുന്ന ഇല്ല. ഒരാളുമല്ല. അതെ മൂന്നാമത്തെ ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിക്കെതിരായിട്ട് സ്ഥലം MLA ഒരു പ്രസ്താവന നടത്തിയാൽ ആ പ്രസ്താവനക്ക് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത്, നഗരസഭയുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ള മറുപടികൾ പറയാം. പക്ഷെ ആ മറുപടി പക്വമായിരിക്കുകയും മറുപടി വസ്തുതാപരമായിരിക്കുകയും വേണം. ഞങ്ങൾ ഇന്ന കാരണങ്ങൾ, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഞങ്ങളുടെ നഗരസഭ ഭൂരിപക്ഷത്തോടെ ഇങ്ങനെ തീരുമാനിച്ചതാണ്, അതിന് ഭരണപരമായ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ MLA ചൂണ്ടിക്കാണിച്ചോളൂ, ഞങ്ങൾ അതിന്റെ ക്ലാരിറ്റി ഗവൺമെന്റിൽ നിന്ന് വരുത്തിക്കൊള്ളാം. ഇതിന് അന്തിമമായ അനുമതി കൊടുക്കണമല്ലോ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൊടുക്കണമല്ലോ, LSGD അവർ കൊടുക്കണ്ടേ? അതെ അത് തിരുവനന്തപുരത്തേക്കല്ലേ വരിക? അതെ അവിടെ MLA ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ, അവൻ അന്തിമമായി തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടല്ലോ, അവസരം കിട്ടുമല്ലോ, തീർച്ചയായും. അതൊക്കെ ചെയ്യാം. അങ്ങനെയാണ് അത് വിമർശിക്കണം. മാത്രമല്ല ഇതിന്റെ മന്ത്രി പാലക്കാട്ടുകാരനാണല്ലോ. അതെ MP രാജേഷ് MP അറിയാതെ രാജേഷ്, എങ്ങനെയാണ് ഇതിന് അതെ അന്തിമമായി ഏത് പദ്ധതി തീരുമാനിച്ചാലും പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലാണ്. തീർച്ചയായും. അന്തിമമായി ഏത് നാമകരണം ചെയ്താലും ഏത് പദ്ധതി ആരംഭിച്ചാലും അതിന് അനുമതി കൊടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. തീർച്ചയായും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് പരാതിപ്പെടുകയാണ്. അങ്ങനെ പരാതിപ്പെട്ടാൽ അതിന് തീരുമാനം ഉണ്ടാകും. അങ്ങനെ രമ്യമായി പറയേണ്ടത് പറയുകയും മാന്യമായ ഭാഷയിൽ, അതിന് പകരം ഇപ്പൊ നമ്മൾ സ്വീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രീതി, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് നമുക്ക് മാന്യമായി സംസ്കാരത്തോടെ പെരുമാറാൻ അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ വാക്കുകളൊക്കെ കുലംകുത്തി പോലുള്ള വാക്കുകൾ ഉണ്ടായത്. പരനാറി ഉണ്ടാകുന്നത് അങ്ങനെയാണ്, ഈ എന്താണ് നികൃഷ്ട ജീവി ഉണ്ടാകുന്നത് അങ്ങനെയാണ്, പോടാ പുറത്ത് ഉണ്ടാകുന്ന അങ്ങനെയാണ്. ഇത് തന്നെയാണ് എല്ലാവർക്കും. നമ്മൾ എങ്ങനെ ഒരു കൂട്ടരെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയുക? ഇപ്പോ പറയുന്നത് വേറൊരു കൂട്ടർ കണ്ടില്ലേ, ഒരു പ്രതിഷേധ യോഗത്തില് എന്താണ് എള്ളും പൂവും കരുതിക്കോ, എന്താ ആലപ്പുഴയില് അവലും മലരും അപ്പൊ ഞാൻ കരുതിക്കോളൂ, അവലും മലരും കരുതിക്കോ എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ തട്ടുവിടാന്നല്ലേ എന്റെ അർത്ഥം. ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു തട്ടുണ്ടോ? ഒരാൾ അഭിപ്രായം പറഞ്ഞ നിങ്ങൾക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളോട് പ്രതിഷേധിക്കാം, ജനാധിപത്യപരമായ രീതിയും. പക്ഷെ PFI PFI ആണ്, SDPI ആയാലും PFI ആയാലും ആരായാലും ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ പാലിക്കേണ്ട മര്യാദയില്ലേ? ഒന്ന് കളയുന്നല്ലേ എന്റെ അർത്ഥം. അത് തന്നെയല്ലേ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആകാശത്തിൽ തല വെക്കും എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കൊന്നിട്ട് തള്ളും, തല ആകാശത്ത് പറന്നു നടക്കുന്നല്ലേ എന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രകോപനപരമായി പ്രസ്താവിക്കുന്നവൻ, അത് ഏത് മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി ആയാലും അല്ലെങ്കിൽ ആ ഭരണസമിതിക്ക് വേണ്ടി തെരുവിൽ പ്രകടനം നടത്തുന്നവനായാലും അവന്റെ പേരിൽ നിയമപരമായി നടപടിയെടുക്കണം അടിയന്തരമായിട്ട്. അതല്ലേ ചെയ്യേണ്ടത്? അല്ല പക്ഷെ ഇന്നലെ ഇത് പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞോട്ടെ പക്ഷെ, അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ BJP ഭരണം എന്നുള്ളതുകൊണ്ട് പോലീസ്, അതായത് ഈ പറയുന്നത് വെറുതെ രാഹുൽ മാങ്കൂട്ടം ആ പോലീസ് സ്റ്റേഷനിലേക്ക് സമരത്തിന് പോയതല്ല. സന്ദീപ് വാര്യരെ നീ അധികകാലം ജീവിച്ചിരിക്കില്ലടാ എന്നിവരെ, അതായത് സന്ദീപ് വാര്യരോട് പറഞ്ഞത് വളരെ മോശമായിട്ടാണ്. നിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നാണ് അവരുടെ പഴയ നേതാവ് സന്ദീപ് വാര്യരോട് പറഞ്ഞത്. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലെ MLA യുടെ ഓഫീസിലെ സ്റ്റാഫുകളെ രണ്ടുപേരെ തല്ലുമ്പോൾ, ഈ ഗുണ്ടകൾ തല്ലുമ്പോൾ പോലീസ് നോക്കിക്കൊണ്ട് നിൽക്കുക. രാഹുൽ ചോദിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, എന്തിന് പോലീസ് ഭയക്കുന്നു? അവിടുത്തെ പാലക്കാടത്തെ BJP-ക്കാരെ എന്തിന് പോലീസ് ഭയക്കുന്നു? ഇതാണ് ചോദിക്കുന്നത്. കേരളം ഭരിക്കുന്നത് പറയണം. തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് രാഷ്ട്രീയമായ അനവധി മാനങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്റെ കൂടി സുഹൃത്താണ് സന്ദീപ് വാര്യര്. സന്ദീപ് വാര്യർ കുറെ കൂടി സൂക്ഷിക്കണം. കാരണം എനിക്ക് തോന്നുന്നു ഈ സന്ദീപ് വാര്യര് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ സൂക്ഷിക്കണം. രണ്ട് കാരണം കൊണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന് ഭരണകൂടത്തിന്റെ സുരക്ഷയുണ്ട്, ഇപ്പോ ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. സന്ദീപ് വാര്യർക്ക് അതില്ല. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഒന്നും ഉള്ളതായിട്ട് ഇന്നലത്തെ ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ ഭരണകൂടം ബാധ്യസ്ഥരാണല്ലോ. അദ്ദേഹം MLA ആണല്ലോ. സന്ദീപ് വാര്യർക്ക് അതില്ല. സന്ദീപ് വാര്യർ സ്വതന്ത്രനായി അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തിന്റെ നിലപാടുകൾ ധീരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ പറയുന്ന മാത്രമല്ല, ഇന്നലെ വരെ BJP-യിൽ ഉണ്ടായിരുന്നു എന്ന കാരണം കൊണ്ട് സന്ദീപ് വാര്യരോട് പ്രത്യേക കുടിപ്പകയും ശത്രുതയും ഉണ്ടാകുകയും ചെയ്യും. കുലംകുത്തി എന്നൊക്കെ ആരെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് വിളിച്ചാൽ സന്ദീപ് വാര്യർക്കാണ് അത് ബാധിക്കുക. അപ്പൊ അതുകൊണ്ട് സന്ദീപ് വാര്യരുടെ സുരക്ഷ ഗവൺമെന്റ് കുറെ കൂടി സീരിയസ് ആയിട്ട് എടുക്കണം എന്നാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇത് ഈ ഒരു പ്രധാനപ്പെട്ട അവസ്ഥയുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഇപ്പോ BJP ഇത്തരം എവിടെയെങ്കിലുമൊക്കെ കേരളത്തിൽ എവിടെയും BJP വഴിവിട്ട രീതിയിൽ ഒരു കോൺഗ്രസ് MLA-യോട് പെരുമാറുന്നുണ്ടെങ്കിൽ അത് പോലീസ് നോക്കി നിൽക്കുന്നതിന്റെ അർത്ഥം എന്താണ്? എവിടെയോ നമ്മളിപ്പോ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഒരു കോൺഗ്രസ് മുക്ത കേരളമാണ് BJP-ക്കും വേണ്ടത്, കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളമല്ല.
മാത്രമല്ല ഇപ്പോ രാജീവ് ചന്ദ്രശേഖരന്റെ വരവും അതിനുശേഷമുള്ള കാര്യങ്ങളും അതിന്റെ അണിയറ ആ, കാര്യങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഈ, ആ, ഇടതുപക്ഷത്തെ പരോക്ഷമായി പിന്തുണക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് BJP കൂടി ഏതാണ്ട് ഏറ്റ മട്ടിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും. അപ്പോ അങ്ങനെ ഒരു അന്തർധാര കൂടി ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ വരുന്ന ആക്രമണത്തിൽ ഉണ്ടോ എന്ന് സൂക്ഷിക്കണം. പക്ഷേ ആ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് അതൊരു ഒരു ഒരു വൺ ടൈം അജണ്ട ആവാനിടയില്ല. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലെ രണ്ടാം നിരയിലെ ഒരു പരിശോധന നമ്മൾ നടത്തിയാൽ കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഏറ്റവും ഉജ്ജ്വലരായ രാഷ്ട്രീയ പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് സംശുദ്ധരായ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു വലിയ നിര കേരളത്തിൽ വളർന്നു വരുന്നത് കോൺഗ്രസിന്റെ രണ്ടാം നിരയിലാണ് എന്ന് കാണേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാളല്ല. നിരവധി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ വലിയൊരു ടീം വളർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ ബൽറാം കേരള ഉൾപ്പെടെയുള്ള രാഷ്ട്രീയത്തിൽ അതെ ആ വലിയ ടീമുണ്ട്. ബൽറാം ഉണ്ട്, വി ടി ബൽറാം ഉണ്ട്, അപ്പുറത്ത് ആ, നമ്മുടെ ഇവൻ വിഷ്ണുനാഥുണ്ട്, വിഷ്ണുനാഥ് ഉണ്ട്, ഷാഫി പറമ്പിലുണ്ട്, ഷാഫിയുണ്ട്, പിന്നെ ആ, എം ലിജു ശബരി ഉണ്ട്, ശബരിനാഥ് ഉണ്ട്. ശബരിനാഥ് ഉണ്ട്, അതെ, ഇദ്ദേഹം മാത്യു കുഴൽനാടൻ ഉണ്ട്. ആ മാത്യു ടീം കുഴൽനാടൻ ഉണ്ട്. അത്ര ചെറുതല്ല ഇപ്പൊ, ചെറുതല്ല. വളരെ വലിയ ടീമാണ്. ആ തീർച്ചയായും ടീം അഴിമതിരഹിതമായ നല്ല രാഷ്ട്രീയ പഠനം നടത്തിയിട്ട് സുശക്തമായി കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ഒരു വലിയ നേതൃനിര കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്ന് പാർട്ടികൾക്ക് അതീതമായി എല്ലാ മലയാളികളെയും സന്തോഷിപ്പിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് ആ കൂട്ടത്തെ തെരഞ്ഞുപിടിച്ച് മാത്യു കുഴൽനാടിനെ ഒറ്റപ്പെടുത്തി കളയാം, ഷാഫി പറമ്പിലിനെ വർഗീയത പറഞ്ഞ് തകർത്ത് കളയാം, അതുപോലെ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിച്ച് തകർത്ത് കളയാം എന്നൊക്കെ വിചാരിക്കുന്നതിന്റെ പിന്നിൽ കേരളത്തിന്റെ ഭാവിയെ അപായപ്പെടുത്തുന്ന വലിയൊരു അജണ്ടയുണ്ട്. അത് ഒരു പൊതു കേരളം അത് കരുതിയിരിക്കണം എന്നുകൂടി ചേർത്ത് പറയണം. ഏതായാലും മാഷെ രാഹുൽ ഒറ്റ മറുപടിയെ പറഞ്ഞോളൂ. ഞാൻ പോയാൽ, ഒരു രാഹുൽ പോയാൽ മാഷിപ്പോ പറഞ്ഞ പോലെ പിറകിൽ വേറെ ആള് വരും, അതുകൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ആ പറഞ്ഞതിൽ വലിയ അർത്ഥമുണ്ട്. സാധാരണ രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു വീമ്പല്ല. അതെ, എന്നോടൊപ്പവും എനിക്ക് പിമ്പേയും വരാൻ വമ്പന്മാരുണ്ട്, അതുകൊണ്ട് എന്നെ തൊട്ടാൽ സൂക്ഷിക്കണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് വെറും വാക്കല്ല, അത് വസ്തുതയാണ്. ഏതായാലും പക്ഷേ ഈ പോലീസ് നടപടി വിമർശനാത്മകം തന്നെയാണ് അല്ലെ? പോലീസിന്റെ നടപടി വിമർശനം തീർച്ചയായും. യാതൊരു തർക്കവുമില്ല. നന്ദി, ശരി. താങ്ക് യു.